സങ്കീർത്തനം വായിക്കുമ്പോൾ ഐശ്വര്യവും സമ്പത്തും നീതിമാന്റെ വീട്ടിൽ ഉണ്ടാകുമെന്ന് എഴുതിയിരിക്കുന്നു. വിശ്വസിക്കാം, നമുക്കും ഐശ്വര്യവും സമ്പത്തിനാലും നിറയാം. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ദുർവർത്തമാനം എന്നെ ഭയപ്പെടുത്തുകയില്ല, ദുർവർത്തമാനം എന്നെ ഭയപ്പെടുത്തുകയില്ല. എന്റെ ഹൃദയം യേശുവിലെന്നും ആശ്രയിച്ചുറച്ചിരിക്കും, എന്റെ ഹൃദയം യേശുവിലെന്നും ആശ്രയിച്ചുറച്ചിരിക്കും. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. കർത്താവിൻ്റെ അതിമഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം നിങ്ങളുടെ മുൻപിലെത്തുവാൻ കർത്താവിനെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആത്മലോകത്തെക്കുറിച്ചിട്ടാണ്. ആത്മലോകം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യവും അതേപോലെ തന്നെ പിശാചിൻ്റെ രാജ്യവുമുണ്ട്. നമ്മൾക്ക് പലപ്പോഴും അറിയുന്നത് പിശാചിൻ്റെ രാജ്യത്തെക്കുറിച്ചിട്ടാണ് കൂടുതലും അറിയുന്നത്. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ എന്താണ് എനിക്ക് പിശാചിൻ്റെ രാജ്യത്തെക്കുറിച്ചിട്ടാണോ അറിയുന്നതെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാനായി കഴിയും. ഹല്ലേലൂയ. ഈ രണ്ട് രാജ്യങ്ങളിലായിരിക്കുന്ന വ്യക്തികളുടെ പ്രത്യേകത എന്താണ്? ഈ രണ്ട് രാജ്യങ്ങളിലും അല്ലെങ്കിൽ ആത്മലോകം എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിലായിരിക്കുന്ന വ്യക്തികൾക്ക് എന്ത് ചെയ്യാനായി കഴിയും? ആ വ്യക്തികളുടെ പ്രിവിലേജ് എന്താണ്? സ്പിരിച്വൽ വേൾഡിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചതിനകത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ പ്രൊഫറ്റിക്കായി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, അടുത്ത ആഴ്ച കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി പഠിപ്പിക്കാം. ഞാനിത് പ്രസംഗിക്കാൻ പോകുന്നതിന് പേരിട്ടിരിക്കുന്നത് പവർ ഓഫ് ദ സ്പിരിച്വൽ വേൾഡ് എന്നാണ്. ആത്മലോകത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. സത്യത്തിൽ നമുക്ക് അകത്ത് നന്നായിട്ടില്ലാത്തതും എന്നാൽ നമുക്ക് എന്തൊക്കെയോ തോന്നിയിട്ടുള്ളതുമായ ഒരു കാര്യം മാത്രമായിട്ടാണ് ആത്മലോകത്തെ നമ്മൾ കാണുന്നത്. എന്നോട് ഇന്നലെ ഞാൻ ദുബായിൽ പ്രസംഗിക്കുമ്പോൾ സ്പിരിച്വൽ വേൾഡ് എന്ന് പറഞ്ഞപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ബ്രദർ, സ്പിരിച്വൽ വേൾഡ് എന്ന് പറഞ്ഞാൽ ആത്മലോകത്തെ ആണ് പറയുന്നതെങ്കിലും സ്പിരിച്വൽ വേൾഡ് എന്ന് പറയുമ്പോൾ ഈവിൾ സ്പിരിച്വൽ വേൾഡും ഉണ്ട്, ഡിവൈൻ സ്പിരിച്വൽ വേൾഡും ഉണ്ട്. രണ്ടിനും സ്പിരിച്വൽ വേൾഡ് എന്ന് പറയുന്നത് ഒരു ഹാലോലിയ പറഞ്ഞായിട്ട്. സോ ഞാൻ അതിനെ കുറച്ചും കൂടെ സിമ്പിളായി പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയാം. പൈശാചിക ലോകവും ആത്മീയ ലോകവും. ആത്മീയ ലോകത്തിൽ പൈശാചിക ലോകവും ഉണ്ട്, ആത്മീയ ലോകമുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ കൂടുതൽ നമുക്ക് അറിയാവുന്നത് പൈശാചിക ലോകത്തെക്കുറിച്ചാണ്. നിങ്ങളിത് പറയുമ്പോൾ സമ്മതിക്കത്തില്ലായിരിക്കും, പക്ഷെ സത്യത്തിൽ അങ്ങനെയാണ്. നമുക്ക് ആത്മീയ ലോകത്തെക്കുറിച്ചോ ആത്മീയ ലോകത്തിനകത്തുള്ള ശക്തിയെക്കുറിച്ചോ കൂടുതൽ നമ്മൾ അവയർനെസ് ഉള്ളവരല്ല. ആ കാര്യത്തിൽ കൂടുതൽ ബോധം നമുക്കില്ല. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചേ അവർ പറയുമായിരിക്കും ഉണ്ടെന്നൊക്കെ, പക്ഷേ ചുമ്മാതാ. നമുക്കറിയാവുന്നത് മന്ത്രവാദം അറിയാം, കൂടോത്രം അറിയാം, കൈനോട്ടം അറിയാം, ജ്യോതിഷം അറിയാം, പൂച്ച കുറുക്കിയാടിയാ ഫലിക്കുന്നറിയാം, മുറ്റം തൂത്തുകൊണ്ട് ഇറങ്ങുമ്പോൾ മുറ്റം തൂക്കുന്നതിനല്ലേ അങ്ങനെ സ്ഥാനമില്ലേ, ചൂലുമായിട്ട് കണ്ടാൽ അത് ഫലിക്കുന്നോ ഫലിക്കത്തില്ലെന്നോ പ്രശ്നമാണെന്നറിയാം. അതെന്നാൽ വ്യഭിചാരിയായ ഒരു സ്ത്രീ വന്നാൽ അനുഗ്രഹമാണെന്നും അറിയാം. എങ്ങനെയാ അത് അനുഗ്രഹമായെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ അനുഗ്രഹമാണെന്നറിയാം. അങ്ങനെയല്ലേ? വ്യഭിചാരിണിയായ ഒരു സ്ത്രീ മുമ്പിൽ വന്ന് ലക്ഷണം നല്ലതല്ലേ? നല്ല ലക്ഷണമോ? ഇതൊക്കെ നമ്മുടെ തലയിലുണ്ട്, ഉണ്ടെന്നോ ഇല്ലെന്നോ? നിങ്ങൾ പറയും ഞാൻ വിശ്വാസിയാണ്, വിശ്വസ്തനാണ്, ദൈവകൃപയിലാണ്, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, എന്നെ അത് സ്വാധീനിക്കുന്നില്ല. ഒരു പക്ഷേ ചിലരൊക്കെ ഒരു 90% ആളുകളെ സ്വാധീനിക്കുന്നില്ലായിരിക്കും, 10% ആളുകളെ ഇപ്പോഴും സ്വാധീനിക്കുന്നുണ്ട്.
ഒന്നെനിക്ക് തോന്നിയത്, ദൈവം നമുക്ക് പുസ്തകം അറിഞ്ഞുകൂടെങ്കിലും ബൈബിൾ അറിഞ്ഞുകൂടെങ്കിലും അതിനെ ശരിയായ ട്രാക്കിൽ കൊണ്ടുവരുവാൻ ശക്തനാ പരിശുദ്ധാത്മാവ്. ഇനി ഞാൻ കരയുന്നൊരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നുന്നു അനീഷ് ബ്രദറും ജിജോ ബ്രദറും ഒക്കെ കൂടിയിരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ഒരു എൻ്റെ ഹാർട്ട് പങ്കുവെച്ച് ഞാൻ എൻ്റെ ഏറ്റവും വലിയ സങ്കടം പറയട്ടെ. ഞാൻ ഈ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഞാൻ ദൈവത്തിൽ നിന്ന് വളരെ ശക്തമായി ദൈവത്തിൻ്റെ ആലോചന കേട്ടിരുന്നിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ എനിക്കൊരു കാര്യം സംഭവിച്ചു. എന്നേക്കാൾ ശക്തമായി ഉപയോഗിക്കുന്ന ആളുകളെ ഞാൻ കണ്ട സമയത്ത് അവർ പഠിപ്പിച്ചത് പുസ്തകം നോക്കാതെ അങ്ങനെ തന്നെ ശരിയെന്ന് സമ്മതിച്ചു. നിങ്ങളുടെ സ്വത്രമൊക്കെ പോയോ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. എന്നെ ഞാൻ പറഞ്ഞേ, പുസ്തകം ബൈബിൾ നോക്കിയില്ല, ഞാൻ ബൈബിൾ നോക്കിയില്ല. അവരെന്ത് പഠിപ്പിച്ചോ അതാണ് ശരിയെന്ന് മനസ്സിലാക്കി, ചിന്തിച്ചു. അതുകൊണ്ട് ഞാൻ തെറ്റിപ്പോയെന്നൊന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ ആത്മീയത്തിലേക്ക് എത്തി കുറച്ചും കൂടെ തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പലതും സഭ പഠിപ്പിച്ചതാ തലേ കയറിയ, പുസ്തകം പഠിപ്പിച്ചതല്ല സഭയെ കയറി തലേ കയറിയത്. ഞാൻ അന്ന് എനിക്കുണ്ടായ അനുഭവം പറയാം. എന്നെ കുഞ്ഞു കാര്യത്തിൽ ഗൈഡ് ചെയ്തിരുന്ന ആ ആത്മാനുഭവം മെല്ലെ നിന്നുപോയി. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാം. പക്ഷെ താങ്ക് ഗോഡ് ഞാനത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുക. 30 കൊല്ലത്തിന് ശേഷം നിങ്ങളതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴേക്കും ഞാൻ 30 കൊല്ലം യേശുവിനെ അറിഞ്ഞിട്ട് ഒരു 25 കൊല്ലത്തിന് മുകളിലായി കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നിട്ട് ഞാൻ തിരിച്ചു വരുമോ. ഇപ്പോൾ നിങ്ങൾ എത്ര ബ്ലസ്ഡ് ആണെന്നറിയോ? നിങ്ങൾക്ക് അതിൻ്റെ വലുപ്പം മനസ്സിലാവണമെങ്കിൽ കുറച്ച് നാളുകൾ വളരുമ്പോൾ പിടികിട്ടും. ഓക്കെ, ആത്മീയ ലോകത്തിലേക്ക് തരും. സോ പൈശാചിക ലോകമുണ്ട്, ആത്മീയ ലോകമുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഞാൻ ആരോടൊരു മെസ്സേജ് പറഞ്ഞത്. സോ നമുക്ക് കൂടുതൽ അറിയാവുന്നത് പൈശാചിക ലോകത്തെക്കുറിച്ചാണ്. നമുക്ക് ദൈവരാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന ദൂതന്മാരെക്കുറിച്ചോ അതിനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയെക്കുറിച്ചോ അളവില്ലാതെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചോ അളവില്ലാതെ ദൈവം പകരുന്ന ആത്മാഭിഷേകത്തെക്കുറിച്ചോ അതിനെക്കുറിച്ചൊരു വ്യക്തത നമ്മുടെ അകത്തില്ല. നമുക്കുള്ള ഏക വ്യക്തത ഫലിക്കുന്ന കാര്യങ്ങൾ, മന്ത്രവാദങ്ങൾ ഫലിക്കുന്നറിയാം, കരുനാക്ക് ഏക്കുമെന്നറിയാം. നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ, ഉണ്ടെന്നോ ഇല്ലെന്നോ? കണ്ണുപൊട്ട് കാണാം എന്ന് പറയാം, വിശ്വാസമൊക്കെയാ. ഇതൊക്കെ നമ്മുടെ തലയിലുണ്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ചർച്ചിൽ പ്രാർത്ഥിച്ചതിന് ശേഷം കൊച്ചുണ്ടായത്. ആ കൊച്ചിനെ കൊണ്ടിരുന്ന് കണ്ടിട്ടുണ്ടോ? എൻ്റെ ദൈവമേ, അതിനെ കണ്ണുപെടാതെ എന്തൊക്കെ വരച്ചു കുറിച്ച് വെച്ചിട്ടുണ്ടെന്നറിയോ? എന്തൊന്നുമല്ല, സുന്ദരനോ സുന്ദരിയോ ആയിരിക്കും, പക്ഷെ അതിനെ വാരിക്കോരി എന്തൊക്കെയോ ചെയ്തു കൂട്ടി. കാരണം ആ കൊച്ചിനെ നോക്കി ആരും എന്ത് ചെയ്യരുത്, കണ്ണിടരുത്. അതാ കണ്ണുപെടരുത്. എങ്ങനെയാ? കണ്ണ് വെക്കരുത്. ഏതൊക്കെ താനം ഏതാ? കണ്ണ് വെക്കരുത്, കണ്ണിടരുത്, കണ്ണ് പെടരുത്, എന്തായാലും. എന്നിട്ട് ഞാൻ അതിനെ എന്ത് ചെയ്യണം? ഡെഡിക്കേറ്റ് ചെയ്യുകയും വേണം. പ്രാർത്ഥിച്ചിട്ടാണ് കൊച്ചുണ്ടായേ, പക്ഷെ അതിൻ്റെ മോളിൽ കണ്ട ആരെയാലും കണ്ണ് വെച്ചു പോകും. നമ്മുടെ ചെറുതും വലുതുമായ അനുഭവങ്ങളിലേക്ക് നോക്കിയാൽ നമ്മളെ സ്വാധീനിക്കുന്നത് പൈശാചികമായ കാര്യങ്ങളാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ദൂത് പറയാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശാപങ്ങൾ, ചിലത് പ്രാക്കുകൾ, നിങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രമൊക്കെ പോയോ? നിങ്ങളുടെ തലവിധി ഇങ്ങനെയാകുമെന്ന് പറഞ്ഞ വാക്കുകൾ, നിന്റെ ദുർവിധി ഇങ്ങനെയായിരിക്കുമെന്ന ചിന്തകൾ, അത് യേശുവിന്റെ നാമത്തിൽ പൊട്ടുന്ന പകലായിരുന്നു. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. എൻ്റെ അപ്പൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, എൻ്റെ ഞാൻ ഇങ്ങനെയാ, ഇപ്പോൾ എൻ്റെ മക്കളും എങ്ങനെയാന്ന് പറയുന്നവരുടെ ലൈഫിനെ നോക്കിയൊരു ദൂത്, യു ടേൺ നിങ്ങൾ തിരിയാൻ പോവാ. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചോ, ഒരാമേൻ പറഞ്ഞോ. നിങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിടത്ത് നിന്ന് നേരെ യു ടേൺ അടിച്ച് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് വരാൻ പോവാ.
ഞാൻ ചിലരോട് ചോദിക്കട്ടെ, ഒന്ന് കേറി വരും, പക്ഷെ അതിന്റെ ഇരട്ടിയായി തിരിച്ചു വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ആ ദൂത്, ഈ പകൽ നിങ്ങൾ യു ടേൺ അടിക്കാൻ പോകുകയാണ്. ഓ, ഇത് ആത്മീയമായ യു ടേണുകൾ ഉണ്ടാകും, ഭൗതികമായ യു ടേണുകൾ ഉണ്ടാകും. ഏത് മേഖലയാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ യു ടേൺ ഉണ്ടാകും. നിങ്ങൾ നേരെ തിരിയും. നിങ്ങളെ സ്വാധീനിക്കാൻ ശത്രുവിന് കഴിയാത്തവണ്ണം. ചിലര് വിശ്വസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അവർ അതിനേക്കാൾ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് ആരുടെയോ പ്രാക്ക്, ആരുടെയോ പ്രാകുന്നത്, ആരോ ശപിച്ചത്, ആരോ പറഞ്ഞത്. വാക്കുകൾക്ക് ശക്തിയുണ്ട്. നമുക്ക് ബൈബിൾ ഇതുപോലത്തെ കാര്യങ്ങളെ വലുതായി തന്നെയാ പറയുന്നേ. സംഖ്യാപുസ്തകം 23:7 അപ്പോൾ അവൻ ശുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത്, ബാലാക്ക് എന്നെ അരാമിൽ നിന്നും, മോവാബി രാജാവ് എന്നെ പൂർവ്വ പർവ്വതങ്ങളിൽ നിന്നും വരുത്തി, ചെന്ന് യാക്കോബിനെ ശപിക്ക, ചെന്ന് ഇസ്രായേലിനെ പ്രാകുക എന്ന് പറഞ്ഞു. ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? അപ്പോ ആ മോവാബി രാജാവിനും, ശ്രദ്ധിക്കൂ, മോവാബി രാജാവിനും സിറിയ രാജാവിനും, മോവാബി രാജാവിനും അരാമ്യ രാജാവിനും എന്തറിയാമായിരുന്നു? ശാപം ഫലിക്കുമെന്നും പ്രാക്ക് വരുമെന്നും അറിയാമായിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ, പ്രാഗ് എന്ന വാക്കിനെ 2-3 വാക്കുകൾ ഞാൻ പഠിച്ചു. അതിൽ ഒരു വാക്ക്, ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കാം. ഡൂം എന്നാണ് ആ വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന അർത്ഥം ഇങ്ങനെയാണ്: ദുർവിധി പറയുക. മോവാബിയരായ രാജാക്കന്മാരോട് ചോദിക്കാം, അരാമിയ രാജാക്കന്മാരോട് ചോദിക്കാം, എന്താ ബാലാക്ക് ചെയ്യേണ്ടത്? ദുർവിധി പറയണം, അവരുടെ വിധിയെ കൽപ്പിക്കണം. അവരിങ്ങനെ ആകാവൂ, ഇവിടെ ചെന്നേ തീരാവൂ, ഇങ്ങനെ തന്നെ മുടിയാവൂ. ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ജോണെ നോക്ക്, ചിലരെ പിശാച് അതിനു വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെന്തു പറഞ്ഞാലും ദുർവിധി പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. ചില പ്രായമായ അമ്മമാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? അവർ പ്രായമായി കഴിഞ്ഞ ദുർവിധിയെ പറയത്തുള്ളൂ. Are you listening or not? ഞാൻ പറയുന്ന ആരുടെയെങ്കിലൊക്കെ തലയിൽ കയറുന്നു. അവർ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചിലരെ അന്ത്യം, നിന്റെ അവസാനം എങ്ങനെയായിരിക്കും? ഡൂം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതാ. നിന്റെ അവസാനം എങ്ങനെയായിരിക്കും? നിന്റെ അവസാനം ഇങ്ങനെയായിരിക്കും. നീ ഇങ്ങനെയാ അവസാനിക്കത്തുള്ളൂ, ഇത് ഇങ്ങനെയാ ചെയ്യത്തുള്ളൂ, ഇത് ഇങ്ങനെയാ നടക്കത്തുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ആ വീട്ടിൽ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇത് ഇങ്ങനെയാ ചെല്ലത്തുള്ളൂ, ഇത് അവിടെ അവസാനിക്കത്തുള്ളൂ, ഇത് അവിടെ. ചിലർ പറയും നിന്റെ തലയെഴുത്ത് ഇങ്ങനെ തന്നെയാ. അടുത്ത വാക്കിന്റെ അർത്ഥമാ, ഡൂം എന്ന വാക്കിന്റെ അർത്ഥമാ ഞാൻ പറഞ്ഞേ. നിന്റെ തലയിലെഴുത്ത് ഇങ്ങനാ, നിന്റെ തലയിലെഴുത്ത് ഇങ്ങനാ. പിശാച് ചിലരെ നോക്കി അങ്ങനെ പറയാൻ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? യു ആർ സെലക്റ്റഡ് എന്ന്, നീ തെരഞ്ഞെടുക്കപ്പെട്ടവനെന്ന്. നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനെന്ന്, നിന്റെ വീട് എവിടെ എത്തുമെന്ന്. നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. നിന്റെ വീട്ടിനകത്ത്, നിന്റെ വീട്ടിനകത്ത്, നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ സാഹചര്യത്തിനകത്ത് ചിലരെ പൊക്കിയിട്ട് നിന്റെ ദുർവിധി പറയാൻ, നിന്റെ അന്ത്യ അവസാനം പറയാൻ, നിന്റെ തലയെഴുത്ത് പറയാൻ ചിലത് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, അത് നീ കേട്ടിട്ടുണ്ടെങ്കിൽ, അത് നിന്നെ ഭരിക്കുന്നുണ്ടെങ്കിൽ, ഈ പകൽ നിന്നോടുള്ള ദൂത ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. ഓ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗൗരവമുള്ള കാര്യമാണ് പറയാൻ പോന്നെ. ബന്ധക്കോസ് വിശ്വാസത്തിൽ വന്നു, നമ്മുടെ ഇതുപോലത്തെ സഭയിൽ വന്നു. ചിലർ വീട്ടിലിരുന്ന് പറഞ്ഞു അത് മുടിഞ്ഞു പോകത്തേ ഉള്ളൂ, അവര് തിരിച്ചു വരും, ഒരു ചുക്കം നടക്കാൻ പോകുന്നില്ല. ആ പറഞ്ഞവനൊക്കെ സഭയിൽ വരും.
നിങ്ങൾ ആരും കൈയടിച്ചില്ല. നിന്റെ വീട് അങ്ങനെ പോകുമെന്ന് പറയുന്നവനോട് ഞാൻ പറയാം, പറഞ്ഞവരെ ഇപ്പൊ കണ്ടോണം. അത് നീ നിൽക്കുന്നതാണ് വലിയ രാജ്യമെങ്കിൽ, ആ രാജ്യമാണ് ദുർശക്തികളെ ഭരിക്കുന്നതെങ്കിൽ, അത് ഇങ്ങോട്ട് വന്ന് ഇടിച്ചിട്ട് ആ പറഞ്ഞവരെ ഞാൻ ആഴ്ചകൾ പറയുക. ഇത് ഏപ്രിൽ 1-ാമത്തെ ആഴ്ചയാ, 2-ാമത്തെ ആഴ്ച, 3-ാമത്തെ ആഴ്ച, 4-ാമത്തെ ആഴ്ച, മെയ് ആദ്യ വാരം ആകുമ്പോഴേക്ക് ചിലത് തിരിച്ചു വരട്ടെ. ഞാൻ ആരാന്നറിയോ? ദൂതന്മാർക്ക് പോലും ന്യായവിധി പറയാൻ തെരഞ്ഞെടുക്കപ്പെട്ട ആദിശ്രേഷ്ഠമായ ദൈവരാജ്യത്തിനകത്തെ ആളുകളാണ്. എനിക്ക് നേരെ ന്യായവിധി പറയുന്നുവോ? നിന്നെ ന്യായം വിധിക്കുന്ന ഏതു നാവിനെയും അവൻ കുറ്റം വിധിക്കും. കൂടെ കത്തിയവർക്ക്, എന്റെ കൂടെ കൂടിയവർക്ക് ആമേൻ പറയാം. നിനക്ക് നേരെ ദുർവിധി പറയുന്നുവോ? ഓ, നീ അത് കേട്ട് എവിടെങ്കിലും മനസ്സിടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരിച്ച് എന്നോട് കൂടെ കൈയൊന്ന് കുടഞ്ഞിട്ട് പറ, അതിനെ ഞാൻ കുടഞ്ഞു കളയുക. ഒരു ആണലിയെ കുടഞ്ഞു കളയുന്ന പോലെ കുടഞ്ഞു കളയുക. ഇതിന്റെ വലത്തെ കര നീട്ടിയിട്ട് പറ, എനിക്ക് നേരെ ദുർവിധി പറയുന്നുവോ? നീ പറഞ്ഞതുപോലെ ഈ രാജ്യത്തിനകത്ത് നീയും ആകട്ടെ. ആ പറ, നീയാ പറയേണ്ടത്. നീ ആരാധന വിചാരിച്ചിരിക്കുന്നേ? സങ്കീർത്തനക്കാരൻ ഈ കാര്യം മനസ്സിലായി. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നിങ്ങളുടെ നാവിനെ ഇരുതല മൂർച്ചയുള്ള നാവിന് പോലെ അവനാക്കുന്നുവെന്ന. നിങ്ങൾ കിടക്കയിൽ അതിനെ പറയണമെന്ന, നിന്റെ ശയ്യയിൽ അതിനെ വിധിക്കണമെന്ന. നീ പറഞ്ഞത് നടക്കും. നിന്നെ എതിർത്തു നിൽക്കുന്നവൻ വീണൊടഞ്ഞു പോകും. മുള്ളിന്റെ മേൽ ഒതയ്ക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ്. തിരുവനന്തപുരത്തെ ശൗലേ കേൾക്കാം. കേരളത്തിലെ ശൗലേ കേൾക്കാം. മുള്ളിന്റെ മേൽ ചവിട്ടുന്നത് ചൂടുള്ള കാര്യമാണ്. കുതിരപ്പുറത്തു നിന്ന് നീ താഴവാ. നിന്റെ വിധി കൽപ്പിക്കുന്നത് ഞങ്ങളാ. നിങ്ങളാരും എന്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. തുള്ളിച്ചാടുന്നവർ തുള്ളിച്ചാട്. ഇത് ഗ്രഹിച്ചവർ എന്നോടൊപ്പം പറ. ചിലത് ആത്മമണ്ഡലത്തിൽ നടക്കുക. നമ്മൾ പലപ്പോഴും ഭയപ്പെടുന്നവരാണ്. പിശാച് എന്തെങ്കിലും എന്നെ ചെയ്യുമോ? പ്രത്യേകിച്ച് പിശാചിൻ്റെ ലോകത്തെക്കുറിച്ച് അറിയുന്നതനുസരിച്ചാണ് ഒരു വ്യക്തിക്ക് പിശാച് എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയമുണ്ടാകുന്നത്. എന്നാൽ ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ തൊടാൻ പിശാചിന് കഴിയത്തില്ല, അവൻ്റെ രാജ്യത്തിന് കഴിയത്തില്ല. നമ്മളായിരിക്കുന്ന ലോകം വ്യത്യസ്തമാണ്. ആ ബോധ്യം ആദ്യം നമ്മളെ ഭരിക്കട്ടെ. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലാണായിരിക്കുന്നത്. ദൈവരാജ്യത്തിൽ നമുക്ക് ചില അവകാശങ്ങളുണ്ട്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൂതന്മാരുണ്ട്. നമുക്ക് വേണ്ടി ചിലത് ചെയ്യുന്ന ദൂതന്മാരുണ്ട്. അതുകൊണ്ട് ഒരിക്കലും പിശാചിൻ്റെ രാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്കും എന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാനായി കഴിയത്തില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദറെ, ഈ സിസ്റ്റർ വന്നിരിക്കുന്നത് തളിപ്പറമ്പിൽ നിന്നാണ്. ഒരു അത്ഭുത സാക്ഷ്യമാണ്. ദൈവം ചെയ്ത ഒരു അത്ഭുത സാക്ഷ്യം പറയാനാണ്. അത്ഭുത സാക്ഷ്യമാണ്. ദൈവം ചെയ്ത എല്ലാ അത്ഭുതവും ജീസസ് ടൈമിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം നടന്നു. പക്ഷെ അതിനുശേഷം ഭർത്താവിന് കൗണ്ട് കുറവായതുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. അവിടെയും ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഉണ്ടായി. ഇപ്പോ 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ അച്ഛനും അമ്മയും അവർക്ക് ഭാഗ്യം ലഭിച്ചു. എത്ര വർഷം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്നു?
കല്യാണം കഴിഞ്ഞത് ലേറ്റായിട്ടാ? 2 വർഷമായിരുന്നു കല്യാണം. 2 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് സിസ്റ്ററിന് എത്ര പ്രായമായി? 40 years ആയി. ബ്രദറിന് എത്ര വയസ്സായി? 42. ഞാനൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രായമായിട്ടാണ് നിങ്ങൾ കല്യാണം കഴിച്ചത്, പ്രായം കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. ഓക്കെ. അതിനുശേഷം ഭർത്താവിന് കൗണ്ട് കുറവായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവ് അത്ഭുതം ചെയ്തു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് പറഞ്ഞു, കർത്താവ് നീ കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. കുഞ്ഞിനെ എടുക്കാവോ? ഞാൻ ഈ ചേച്ചിക്കും കൂടെ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചാട്ട്. ഇന്ന് എന്നോട് കർത്താവ് പറഞ്ഞത് നട്ടെല്ല് സംബന്ധമായും മുട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ മുഴുവൻ പേരും സൗഖ്യമാകാൻ പോകും. ഈ കുഞ്ഞിനെ ഇയാൾ ഒന്നാമത് അബലയാ, അതിൻ്റെ കൂടെ കണ്ടോ എൻ്റെ കൈയുടെ ഉള്ളിൽ പോലും ഇല്ല കൈ, എന്നിട്ട് ലൂസാണ്. ഒരു കൈ കൂടെ കയറ്റി വെക്കുക ഇതിൻ്റെ നടുവിലോട്ടൊന്ന് കൈവശേ, നടുവിലോട്ടൊന്ന് കൈവശേ. ആമേൻ. ഈ ചേച്ചിയുടെ നടുവിന് വേദന വരുന്നത് എങ്ങനെയാന്ന് പറയട്ടെ. ഷോക്ക് അടിക്കുന്ന പോലെ നടുവിന് വേദന വരും. അങ്ങനെയല്ലേ വേദന വരുന്നേ? അങ്ങനെയല്ലേ വേദന വരുന്നേ? ഷോക്ക് അടിക്കുന്ന പോലെ നടുവേദന വരും. എന്നാൽ ഇന്ന് പകൽ മുതൽ ആ വേദന പരിപൂർണമായും സൗഖ്യമാകട്ടെ. ആ വേദന ഉണ്ടാക്കുന്ന ശക്തി എന്നേക്കുമായി വിട്ടുപോകട്ടെ. ഇപ്പോ ആ നടുവിലോട്ട് കൈവച്ച കർത്താവിനെ കൊടുക്കുന്ന സൗഖ്യത്തിനായി. മാത്രമല്ല ചേച്ചിയുടെ നെഞ്ചിലും ഇവിടെയും ചേച്ചിക്കൊരു പ്രയാസമുണ്ട്. രണ്ടും ഒന്ന് സൗഖ്യമാവും. സന്തോഷമായിട്ട് പോയിട്ട് വാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ പ്രാർത്ഥിക്കാതെ. കൊച്ചിനെ എടുക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നു ഇദ്ദേഹത്തിന് ഒരു അത്ഭുത സൗഖ്യം ഉണ്ടാകാൻ പോകും. ഞാൻ ആ ബ്രൗൺ ഷർട്ടിട്ട് ബ്രദറിനെ നോക്കിയിട്ട് പറഞ്ഞു അസിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഇദ്ദേഹത്തിന് എന്താ വയറ്റിലെ പ്രശ്നമെന്ന് അറിയത്തില്ല, പക്ഷെ വയറിന് അത് ഭയങ്കര അസ്വസ്ഥതയാണ്. അങ്ങനെയാണ് വർഷങ്ങളായി. ഓക്കെ, കുറെ ആയി എന്നാണ് പറഞ്ഞത്. എനിക്ക് പിടികിട്ടിയില്ല കേട്ടോ. വർഷങ്ങളായി. ഇത് കാസർഗോഡാണ്, തലശ്ശേരിയാണ്. തലശ്ശേരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഈ കുറെ ആയ കാര്യം ഇന്നത്തോടെ അവസാനിക്കാൻ പോയ ഇത്രയും ഭാഗം യേശുവിന്റെ കരങ്ങൾ സൗഖ്യമാക്കുന്ന കാണാം. Now the name of Jesus. ഈ പകൽ മുതൽ ഇതിന്റെ വയറ് നോർമൽ ആകട്ടെ. ഇപ്പോൾ മുതൽ സൗഖ്യം ഉണ്ടാകട്ടെ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചു, കണ്ണടച്ചു. ഇദ്ദേഹത്തിന് ദൈവം സൗഖ്യം കൊടുത്തു, ശരിയാ. പക്ഷെ എന്നോട് കർത്താവ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വിശ്വാസത്തെ കണ്ടല്ല, ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ വിശ്വാസത്തെ കണ്ട സൗഖ്യമാക്കി. പക്ഷേ ഇന്നൊരു കാര്യം നടക്കുക. ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇതും ഉള്ളി കൊണ്ട് പറഞ്ഞു, സത്യമായിട്ടും നീ യേശുവേ ഉണ്ട്. ആ കാരണം കൊണ്ട് ഇദ്ദേഹം സൗഖ്യമാവും. ഒന്ന് കൈയടിച്ചോ, യേശുവെ എന്ന് വിളിച്ചോ. ഞാൻ പറഞ്ഞു ശരിയാണോ? ഇവിടെ വന്നപ്പോ വിശ്വാസമായി. കർത്താവ് നീ കൊടുത്ത സൗഖ്യത്തിനായി നന്ദിയപ്പാ. വിശ്വസിക്കുന്ന ഒരാൾ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് പറഞ്ഞതുപോലെ ഇവരുടെ വീട്ടിലും ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ. ഇന്നു മുതൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ അത്ഭുത കരങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം. എല്ലാ ദിവസവും അത്ഭുതങ്ങൾ ജീവിക്കാൻ കഴിയുന്നത് ഓരോ പ്രഭാതത്തിലും എഴുന്നേൽക്കുമ്പോൾ കർത്താവ് എന്നോട് ഇന്ന് സംസാരിച്ചു, അല്ലെങ്കിൽ ഞാൻ ചില ദർശനങ്ങൾ കണ്ടു, അല്ലെങ്കിൽ കർത്താവ് എന്നോട് സംസാരിച്ച വാക്കുകൾ എൻ്റെ ചെവിയിൽ മുഴങ്ങിക്കേൾക്കുന്നു എന്ന് പറയുന്ന ആത്മീയ അനുഭവങ്ങളോടെ ഓരോ ദിവസമായിരിക്കാൻ കഴിയുന്ന ഒത്തിരി അനുഗ്രഹമാണ്. അതിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. നമുക്കറിയാം, ആദാമിനെയും ഹവ്വയെയും കർത്താവ് സൃഷ്ടിച്ചപ്പോൾ എല്ലാ യാമത്തിലും വൈകുന്നേരമാകുമ്പോൾ കർത്താവ് ആദാമിനോടും ഹവ്വയോടും സംസാരിക്കുന്ന, അല്ലെങ്കിൽ അവരോടൊപ്പം സമയം ചെലവഴിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണാം. അതേപോലെ ഇന്ന് ക്രിസ്തു എൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ എൻ്റെ രാവിലെ മുതൽ രാത്രി വരെ, അല്ലെങ്കിൽ 24 മണിക്കൂറും ഞാൻ കർത്താവിനോടൊപ്പം ചലിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടമെന്ന് പറയുന്നത്. ആ അനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. നിങ്ങളുടെ ലൈഫിൽ കർത്താവുമായുള്ള ബന്ധത്തിലായിരുന്നാട്ടെ, എവിടെയെങ്കിലും പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വന്നാട്ടെ. സ്നേഹിക്കുന്നൊരു നല്ല പിതാവ് നമുക്കുണ്ട്. അവനോടൊപ്പം ആയിരിക്കുന്നതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. രോഗികളായിരിക്കുന്ന രോഗമുള്ള ഭാഗത്തേക്ക് കൈകൾ വെച്ചാട്ടെ. അപ്പാ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ, രോഗത്താൽ ഭാരത്തോടായിരിക്കുന്ന ഓരോ വ്യക്തികൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ വ്യക്തികൾക്കുമായി പ്രാർത്ഥിക്കുന്നു. എനിക്കൊരു വ്യക്തിയെ കാണാം,
എന്നും കാലിൻ്റെ മുട്ടിൽ എണ്ണയിട്ട് തടവിയിട്ടാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത്. വേദനയാണ്, രാത്രി കിടക്കാൻ കഴിയത്തില്ല, ഒത്തിരി പ്രയാസത്തോടായിരിക്കുന്നു. ആ വ്യക്തിയെ കർത്താവിനെ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിലപ്പാ എൻ്റെ ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ, എൻ്റെ ദൈവത്തിൻ്റെ സൗഖ്യം ചലിക്കട്ടെ അപ്പാ, എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതം അവർ ഇന്ന് രാത്രികാലം അനുഭവിക്കട്ടെ അപ്പാ. യേശുവോടൊന്ന് ചെയ്യുന്ന ഓർത്ത് നന്ദി പറയുന്നു. തൻ്റെ വിവാഹത്തെക്കുറിച്ച് വേദനയോടായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. വിവാഹം എല്ലാ ക്രമീകരണവുമായി, പക്ഷേ അതിനുള്ള സാമ്പത്തിക നന്മ ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. ആ കാര്യത്തെക്കുറിച്ച് ടെൻഷനോടായിരിക്കുന്ന ആ കുടുംബത്തിന്മേൽ കർത്താവിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. ആ മകളുടെ മേൽ നിൻ്റെ വിടുതലുണ്ടാകട്ടെ അപ്പാ. തൻ്റെ സ്വപ്നത്തിൽ എന്താണോ ഉള്ളത് അത് തന്നെ തൻ്റെ കൈകളിൽ വരട്ടെ. അതേപോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു വിവാഹം തനിക്ക് ഒരുങ്ങി വരട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന പിതാവേ, താങ്ക് യു ജീസസ്. എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്ന കർത്താവേ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കണം, ദൈവത്തിൻ്റെ ഡെലിവറൻസ് ഉണ്ടാകണം അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.